സ്വാഗതം. സൈക്കോളജിയിലെ ഒരു പ്രധാന വിഷയത്തിലേക്ക് നമുക്കിന്നൊരു ആഴത്തിലുള്ള വിശകലനം നടത്താം. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ MA സൈക്കോളജി പഠനത്തിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തങ്ങൾ. അതെ, അതിൽ തന്നെ ഹോവാർഡ് ഗാർഡനറുടെ സിദ്ധാന്തത്തിനാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്. കാരണം അത് ബുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ പഴയ ചിന്തകളെ ശരിക്കും ചോദ്യം ചെയ്ത ഒന്നാണ്. കറക്റ്റ്. ഗിൽഫേർഡ്, സ്റ്റെൻബർഗ് എന്നിവരെക്കുറിച്ചും യൂണിറ്റിൽ പറയുന്നുണ്ടെങ്കിലും ഗാർഡനറാണ് ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചത്, അല്ലേ? തീർച്ചയായും. വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾക്ക് ഈ ചിന്തകൾ കാരണമായിട്ടുണ്ട്. അപ്പോ എന്താണ് ഈ ഗാർഡനറുടെ സിദ്ധാന്തത്തിന്റെ ഒരു കാതൽ? എങ്ങനെയാണ് അദ്ദേഹം ബുദ്ധിയെ കണ്ടത്? ഗാർഡനർ പറഞ്ഞത് ബുദ്ധി എന്നത് ഒരൊറ്റ കഴിവല്ല, നമ്മൾ IQ സ്കോർ പോലെ അളക്കുന്ന ഒന്നല്ലാതെ, മറിച്ച് അതൊരു ബയോ സൈക്കോളജിക്കൽ സാധ്യതയാണ്. ബയോ സൈക്കോളജിക്കൽ പൊട്ടൻഷ്യൽ. അതായത് ഒരു പ്രത്യേക കൾച്ചറിൽ, ആ സാംസ്കാരിക പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവിടെ വിലമതിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു കൂട്ടം കഴിവുകൾ, ജൈവപരവും മാനസികവുമായ കഴിവുകൾ. ഓ, അപ്പൊ ഇത് നമ്മള് ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്, അല്ലാതെ ജനിക്കുമ്പോഴേ കിട്ടുന്ന സ്ഥിരമായ ഒന്നല്ല. അതെ, IQ എന്ന ആശയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ശരി. ഒരു കഴിവിനെ ബുദ്ധി എന്ന് വിളിക്കാൻ അദ്ദേഹം ചില മാനദണ്ഡങ്ങളും വെച്ചിരുന്നല്ലോ. വെച്ചിരുന്നു. ഏതാണ്ട് 8ഓളം കാര്യങ്ങൾ. ഉദാഹരണത്തിന്, തലച്ചോറിന് എന്തെങ്കിലും പറ്റിയാൽ ആ ഒരു കഴിവ് മാത്രമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? അത് ആ കഴിവ് ഒരു പ്രത്യേക ഇന്റലിജൻസ് ആണെന്നതിന് തെളിവായി അദ്ദേഹം കണ്ടു. അതുപോലെ അതിന് പരിണാമപരമായൊരു ചരിത്രമുണ്ടോ, അതിന് തനതായ പ്രവർത്തന രീതികളുണ്ടോ എന്നൊക്കെ നോക്കി. ഈ സാവൻ സിൻഡ്രോം ഉള്ളവരിലൊക്കെ ചില പ്രത്യേക കഴിവുകൾ ഭയങ്കരമായി കാണുന്നത് ഇതിനുദാഹരണമായി പറയാമോ? പറയാം. അതും അദ്ദേഹം പരിഗണിച്ചൊരു കാര്യമാണ്. കൊള്ളാം. അപ്പോ ഏതൊക്കെയാണ് ഈ വ്യത്യസ്ത ബുദ്ധികള്? നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയാലോ? നോക്കാം. ആദ്യം 7 എണ്ണമാണ് ഗാർഡനർ പ്രധാനമായും പറഞ്ഞത്. ഓക്കെ. 1. ഭാഷാപരമായ ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, വാക്കുകൾ നന്നായി ഉപയോഗിക്കാനുള്ള കഴിവ്. എഴുത്തുകാർ, വക്കീലന്മാർ, അങ്ങനെയുള്ളവർക്ക്. 2. യുക്തിപരവും ഗണിതപരമായ ബുദ്ധി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ, കണക്കുകൂട്ടാനും യുക്തിപരമായി ചിന്തിക്കാനും. ശാസ്ത്രജ്ഞർ, കണക്കധ്യാപകർ. ഇത് സാധാരണ IQ ടെസ്റ്റിൽ വരുന്നതാണ്, അല്ലേ? അതെ, ഇത് രണ്ടും നമ്മൾ എപ്പോഴും ബുദ്ധിയായി കണക്കാക്കുന്നവയാണ്. പക്ഷെ ഗാർഡനർ അവിടെ നിർത്തിയില്ല. ഇല്ല. 3. സംഗീതപരമായ ബുദ്ധി, മ്യൂസിക്കൽ ഇന്റലിജൻസ്, സംഗീതം ആസ്വദിക്കാനും ചിട്ടപ്പെടുത്താനും തിരിച്ചറിയാനുമൊക്കെ. പാട്ടുകാർ, സംഗീതജ്ഞർ. അതെ. 4. ശാരീരിക ചലനപരമായ ബുദ്ധി, ബോഡിലി കെനസ്തെറ്റിക്, ശരീരം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനും ആശയങ്ങൾ പ്രകടിപ്പിക്കാനും. കളിക്കാർ, ഡാൻസർമാർ, സർജന്മാർ വരെ ഇതിൽ വരുമല്ല? വരും. 5. സ്ഥലപരമായ ബുദ്ധി, സ്പേഷ്യൽ ഇന്റലിജൻസ്, സ്ഥലങ്ങളെയും രൂപങ്ങളെയും മനസ്സിലാക്കാനും മനസ്സിൽ കാണാനുമൊക്കെയുള്ള കഴിവ്. ആർട്ടിസ്റ്റുകൾ, ആർക്കിടെക്റ്റുകൾ, ഡിസൈനർമാർക്കും ഇത് പ്രധാനമാണ്. തീർച്ചയായും. 6. വ്യക്ത്യാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, മറ്റുള്ളവരുടെ വികാരങ്ങൾ, ഉദ്ദേശങ്ങൾ ഒക്കെ മനസ്സിലാക്കി അവരുമായി ഇടപെടാനുള്ള കഴിവ്. ടീച്ചർമാർക്ക്, സെയിൽസിലുള്ളവർക്കൊക്കെ ഇത് വേണം. 7. ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ്. നമ്മുടെ കഴിവുകൾ, കുറവുകൾ, വികാരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബോധ്യം. ഫിലോസഫേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ. അതെ. പിന്നീട് 2 എണ്ണം കൂടി പരിഗണിക്കപ്പെട്ടു. പ്രകൃതിപരമായ ബുദ്ധിയും, നാച്ചുറലിസ്റ്റിക്. പിന്നെ അസ്തിത്വപരമായ ബുദ്ധിയും, എക്സിസ്റ്റൻഷ്യൽ. പ്രകൃതിയോട് ഇണങ്ങിച്ചേരാനും അതിനെ മനസ്സിലാക്കാനുമുള്ള കഴിവാണ് നാച്ചുറലിസ്റ്റിക്. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അർത്ഥം, മരണം തുടങ്ങിയ വലിയ തത്വചിന്താപരമായ ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള കഴിവ്. അത് പക്ഷേ ഇപ്പോഴും ഒരു പൂർണ്ണ ബുദ്ധിയായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, ഈ ബുദ്ധികളൊന്നും ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത് എന്നല്ലേ? അതുതന്നെ ഗാർഡനർ എപ്പോഴും പറയുന്ന കാര്യമാണത്. ഇവയെല്ലാം ഒരുമിച്ച് പരസ്പരം ബന്ധപ്പെട്ടാണ് നമ്മുടെ ഓരോ പ്രവൃത്തികളിലും വരുന്നത്. ശരിയാണ്. അപ്പോ ഇതിൻ്റെയൊക്കെ ഒരു പ്രായോഗിക പ്രസക്തി എന്താണ്? പ്രത്യേകിച്ച് നമ്മൾ ഈ വിദ്യാഭ്യാസ രംഗമെടുത്താൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ സ്കൂളുകൾ പലപ്പോഴും ആദ്യത്തെ 2 ബുദ്ധികൾക്ക്, അതായത് ഭാഷാപരവും യുക്തിപരവുമായ ബുദ്ധിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. ശരിയാണ്. മാർക്കൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അതെ. അപ്പോൾ മറ്റ് കഴിവുകളുള്ള കുട്ടികൾ, ചിലപ്പോൾ സംഗീതത്തിലോ സ്പോർട്സിലോ കഴിവുള്ളവരെ, അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നു.
ചിലപ്പോൾ അവരെ പഠിക്കാൻ മോശം കുട്ടികളായി കാണാനും സാധ്യതയുണ്ട്. ഗാർഡ്നറുടെ സിദ്ധാന്തം ഈ രീതിയെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും കഴിവ് വ്യത്യസ്തമാണെന്നും അതനുസരിച്ച് പഠിപ്പിക്കണമെന്നും പറയുന്നു. അതെ, ഡിഫറന്റ് ലേണിംഗ് സ്റ്റൈൽസ് എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ ഈ സിദ്ധാന്തത്തിന് അതിൻ്റെതായ വിമർശനങ്ങളുണ്ടല്ലോ. നമ്മുടെ ടെക്സ്റ്റിലും അക്കാര്യം പറയുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായും. പ്രധാനപ്പെട്ട ഒരു വിമർശനം, ഗാർഡ്നർ ബുദ്ധി എന്ന് വിളിക്കുന്നവയൊക്കെ ശരിക്കും വ്യത്യസ്ത ബുദ്ധികളാണോ അതോ വെറും കഴിവുകൾ, എബിലിറ്റീസ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ശൈലികൾ, കൊഗ്നിറ്റീവ് സ്റ്റൈൽസ് മാത്രമാണോ എന്നതാണ്. പിന്നെ ഇതിനെ പിന്താങ്ങാൻ വേണ്ടത്ര എംപിരിക്കൽ ഡേറ്റ, അതായത് ശാസ്ത്രീയമായ പരീക്ഷണങ്ങളുടെ പിൻബലം കുറവാണ് എന്നൊരു വാദമുണ്ട്. ഈ ജി ഫാക്ടർ, ജനറൽ ഇന്റലിജൻസ് എന്ന ആശയവുമായി ഇതൊത്തുപോകുന്നില്ല എന്നും പറയുന്നുണ്ടല്ലോ. അതെ, ഒരു പൊതുവായ ബുദ്ധി എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുണ്ട് എന്നാണ് ജി ഫാക്ടർ സിദ്ധാന്തം പറയുന്നത്. ഗാർഡ്നറുടെ സിദ്ധാന്തം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ശരിയാണോ എന്ന തർക്കം നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ബുദ്ധിയെക്കുറിച്ച് നിലവിലുള്ള ചിന്തകളെ ഒന്ന് കുലുക്കിയൊരു സിദ്ധാന്തമാണിത്. മനുഷ്യന്റെ കഴിവിന്റെ ആ ഒരു വൈവിധ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായും. IQ സ്കോറിനപ്പുറത്തേക്ക് നോക്കാൻ, ഓരോ വ്യക്തിയിലുമുള്ള വ്യത്യസ്ത കഴിവുകളെ കാണാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതെ. അപ്പോ നിങ്ങള് MA സൈക്കോളജി പഠിക്കുന്നവർ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ആശയം നിങ്ങളുടെ പഠനത്തിൽ, ഭാവിയിൽ നിങ്ങൾ ആളുകളെ മനസ്സിലാക്കുന്ന രീതിയിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം? വ്യക്തിഗത വ്യത്യാസങ്ങളെ അംഗീകരിക്കാനും ഓരോരുത്തരുടെയും ശക്തിക്കനുസരിച്ച് അവരെ സഹായിക്കാനും ഇത് ഉപകരിക്കുമോ? ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ നിർത്തുകയാണ്. ഇതിൽ പങ്കെടുത്തതിന് നന്ദി. അടുത്ത വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.